സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് അംഗീകരിക്കപ്പെട്ട പണ്ഡിതനാണ് എന്നതിൽ മുസ്ലിം ലോകത്തിന് തർക്കം ഇല്ല. മുസ്ലിം ലോകം ഏറ്റവും പ്രധാനമായി അംഗീകരിച്ചു വരുന്ന പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയുടെ തുടക്കം തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നാമത്തെ ഹദീസ് രേഖപ്പെടുത്തുന്നത് തന്നെ ഹദ്ദസനൽ ഹുമൈദിയു, ഇമാം ഹുമൈദി എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഇമാം ഹുമൈദി സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒന്നാമത്തെ ഹദീസിൽ തന്നെ ഇമാം ബുഖാരി ഉസ്താദായി പരിചയപ്പെടുത്തുന്ന ഇമാം ഹുമൈദി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. ആ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ ഖാല മാലിക് ഇബ്നു ഇദ്രീസ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു ഇദ്രീസ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു എന്നിങ്ങനെ സഹീഹുൽ ബുഖാരിയിൽ പല സ്ഥലത്തും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഇമാം ബുഖാരി മുസ്ലിം ലോകത്തിന് തെളിവായി ഉദ്ധരിച്ചു കൊടുത്തതായി നമുക്ക് കാണാം. ആ ബുഖാരിയാണ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ നാം വളരെ സ്വീകരിക്കപ്പെട്ട ഗ്രന്ഥമായി എല്ലാ വിഭാഗം ജനങ്ങളും ഉദ്ധരിക്കാറുള്ളത്. അപ്പൊ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അംഗീകാരത്തിന്റെ ഒരു ചെറിയ സേമമാണ് ഞാൻ പറഞ്ഞത്. ആർക്കും തർക്കമില്ലാത്ത ലോക പ്രശസ്തനായ പണ്ഡിതൻ. ഇനി നിങ്ങൾക്ക് കാണാം, പലപ്പോഴും നമ്മുടെ നാടുകളിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് സ്വീകരിക്കരുത് എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. സാധാരണയായി അവർ അശ്ശൈഖ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്നാണ് അവർ സാധാരണയായി പേര് പറയാറുള്ളത് തന്നെ. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ വിശ്വാസവും എല്ലാം വിവരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളിൽപ്പെട്ട അൽ-അല്ലാമ അശ്ശൈഖ് അഹ്മദ് ബിൻ ഹജർ ബിൻ മുഹമ്മദ് അൽ അബൂ താബി ആലി ബിൻ അലി ഖാദി മുഹമ്മദ് ശർഈ ഖത്തർ എന്ന പേരിൽ എടുത്തുദ്ധരിച്ച് ഖത്തറിലെ ജഡ്ജിയായി അറിയപ്പെടുന്ന ഷെയ്ഖ് അഹ്മദ് എഴുതിയത്. അതുപോലെ സൗദി അറേബ്യയിൽ സാധാരണയായി വളരെ പുകഴ്ത്തി അംഗീകരിച്ച് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ അനുയായികളെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള സമാഹത്ത് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് എന്ന് അവർ അച്ചടിച്ച് പേര് കൊടുത്തിട്ടുള്ള പണ്ഡിതൻ അദ്ദേഹം കറക്റ്റായി റെഡിയാക്കി പരിശോധിച്ച് സഹീഹാക്കി പുറത്തിറക്കുകയും അതിന്റെ അച്ചടി ഫ്രീ ആയി ജലാലത്തുൽ മലിക് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ് ആൽ സഊദ് മംലക്കത്തുൽ അറബിയ്യത്ത് സഊദിയ ഏറ്റെടുത്ത് സൗദി ഗവൺമെന്റിൽ ഫൈസൽ രാജാവ് അതിന്റെ അച്ചടിച്ച് ഫ്രീയായി വിതരണം ചെയ്യുകയും ചെയ്യുന്ന വളരെ ആധികാരികമായി സലഫി പണ്ഡിതന്മാർ
എടുത്തുനയിക്കുന്ന അശ്ശൈഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അഖീദത്തുഹു സലഫിയ്യ വദഅവത്തുഹു ഇസ്ലാഹിയ്യ വസനാഉൽ ഉലമാഇ അലൈഹി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മിൻ റിസാലത്തി ശൈഖ് അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം, അതുപോലെ മറ്റ് 3 മദ്ഹബിന്റെ ഇമാമികളുടെ സ്ഥാനം അംഗീകരിച്ചുകൊണ്ട് എഴുതിയതായി കാണാൻ സാധിക്കും. വളരെ വിശദമായി എഴുതിക്കൊണ്ട് അവർ എഴുതി രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്താണ്? നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്ന വിഷയം ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് നാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും 4 മുജ്തഹിദീങ്ങളായ ഇമാമികളുടെയും ആശയങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്നെ പറഞ്ഞ വാചകം എഴുതി വെച്ചു. വനഹ്നു അയ്ദൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഞങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ചാണ് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളൊക്കെ ചെയ്യുന്നത്. വലാ നുൻകിറു മൻ ഖല്ലദൽ അഇമ്മത്തൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമികളെ സ്വീകരിക്കുന്നവരെ ഞങ്ങൾ വിമർശിക്കുന്നില്ല. ദൂന ഗൈരിഹിം, വേറെ ആരെങ്കിലും സ്വീകരിച്ചാൽ ഞങ്ങൾ വിമർശിക്കും. 4 മദ്ഹബിന്റെ ഇമാമികൾ സ്വീകരിച്ചാൽ ഞങ്ങൾ വിമർശിക്കുകയില്ല. ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുകയാണ്. പിന്നെയോ ലിഅദമി വദഅത്തി മദാഹിബിൽ ഗൈരി, കാരണം 4 മദ്ഹബിന്റെ പുറത്തുള്ള ആളുകളുടെ ആശയങ്ങൾക്ക് ഒരു കറക്റ്റായ സ്വഭാവങ്ങളൊന്നുമില്ല. ഒരു ദിവസം പറഞ്ഞ് വിറ്റെന്ന് പറഞ്ഞോളൊന്നുമില്ല. അതുപോലെ ആദ്യം പറഞ്ഞ് പിന്നെ മാറ്റുന്നതിന് വിഷമില്ല. അങ്ങനെയാണ്, അതിലൊരു കറക്റ്റ് സ്വഭാവം ഇല്ല. 4 മദ്ഹബിന്റെ ഇമാമികളുടെ ആശയങ്ങൾക്ക് മാത്രമേ കറക്റ്റ് സ്വഭാവം ഉള്ളൂ. റാഫിദത്തി, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ആശയം ഉൾക്കൊള്ളാത്ത കക്ഷികൾ റാഫിദിയ്യാക്കൾ പോലെ, വസൈദിയ്യത്തി വൽ ഇമാമിയ്യത്തി വനഹ്വിഹിം, ഇങ്ങനെയുള്ള പുത്തൻവാദികൾ 4 മദ്ഹബിനെ അംഗീകരിക്കാത്തവരാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ലാ നക്തുബുഹും മാഹിറൻ അലാ ശൈഇൻ മിൻ മദാഹിബിൽ ഫാസിദ, ഈ 4 മദ്ഹബിന്റെ പുറത്തുള്ള ആശയക്കാരുടെ ഒരു മോശം ഒരാശയങ്ങളും നമ്മൾ അത് അംഗീകരിക്കുകയില്ല. ബൽ നുജിബിറുഹും, മറിച്ച് 4 മദ്ഹബിന്റെ പുറത്തുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ നിർബന്ധിക്കും. അലാ തഖ്ലീദി അഹദിൽ അഇമ്മത്തിൽ അർബഅ, 4 മദ്ഹബിന്റെ ഇമാമികളിൽ ഒരാളെ സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാവരോടും 4 മദ്ഹബ് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കും. വലാ നസ്തഹി മർത്തബത്തുൽ ഇജ്തിഹാദി, നമ്മൾ ലാ നസ്തഹിഖു മർത്തബത്തുൽ ഇജ്തിഹാദി, ഖുർആനും ഹദീസും നോക്കി സ്വയം വിധി പറയാനുള്ള അർഹതയും സ്ഥാനവും ഞങ്ങൾ അർഹതപ്പെടുന്നില്ല. വലാ അഹദും മിന്നാ യദ്ദഈഹി, അങ്ങനെ ഒരു സ്ഥാനമുണ്ടെന്ന് ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബോ അദ്ദേഹത്തിന്റെ അനുയായികൾപ്പെട്ട സലഫികളോ ഞങ്ങൾ ആരും വാദിക്കുന്നും ഇല്ല എന്ന് ശൈഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും അദ്ദേഹത്തിന്റെ അനുയായികളും തന്നെ പറയുകയും അത് ഖത്തറിലെ ഖാദി എഴുതി പ്രസിദ്ധീകരിക്കുകയും അതിന് ശൈഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് എന്ന് പറഞ്ഞ ഇബ്നു ബാസ് എന്ന് പറയുന്ന പണ്ഡിതൻ അത് സഹീഹായി പ്രഖ്യാപിക്കുകയും ഫൈസൽ രാജാവിന്റെ ചെലവിൽ അത് സൗജന്യമായി അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഈ വിഷയം 55-56 പേജിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽപ്പെട്ട ഒരു സലഫിക്കും തർക്കമില്ലാത്ത, ഒരു കക്ഷിക്കും തർക്കമില്ലാത്ത 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അവരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുസ്ലിം ലോകത്ത് ആർക്കും തർക്കമില്ല. സഹോദരന്മാരെ, അപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പാണ്ഡിത്യവും അവിടുന്ന് പറയുന്ന ആശയങ്ങൾ അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും, അതുപോലെ മറ്റു 3 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പാണ്ഡിത്യവും അംഗീകാരവും മുസ്ലിം ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടതില്ല. അത് എല്ലാ കക്ഷികളും അംഗീകരിക്കുന്നതാണ്. ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ ഐക്യത്തി പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാം മതം എന്ന പുസ്തകം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെയും വളരെ അംഗീകരിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അവരെ പിന്തുടരുന്നവരാണ് ലോക മുസ്ലിങ്ങൾ എന്ന് മൗദൂദി സാഹിബും എഴുതി വെച്ചതായി കാണാം. അപ്പൊ ആർക്കും തർക്കമില്ലാത്ത
പണ്ഡിതന്മാരാണ് 4 മദ്ഹബിന്റെ ഇമാമികൾ. അതിൽ വലിയ പ്രഗത്ഭനും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവരിയും വലിയ ഹദീസിൽ വലിയ പാണ്ഡിത്യമുള്ളവരും അപാരമായ ബുദ്ധിയുള്ളവരും അപാരമായ ഗ്രാഹ്യശക്തിയുള്ളവരുമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഞാനിപ്പോ ഷാഫി ഇമാമിന്റെ ആധികാരികതയെ സംബന്ധിച്ച് തർക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. അല്ലാതെ ഷാഫി ഇമാമിന്റെ മഹത്വം ഇപ്പൊ ഇതേ നൃത്തത്തിൽ ഒരു 60 ദിവസം പറഞ്ഞാലും തീർക്കാൻ കഴിയില്ല. ഈ പറയുന്ന സാധുവായ എനിക്കറിയുന്നത് പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. പിന്നെ അലിമികൾ പറയുന്നത് പറയുന്നില്ലല്ലോ. ആ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ രചിച്ച ലോകപ്രശസ്തമായ ഗ്രന്ഥമാണ് കിതാബുൽ റിസാല. കിതാബുൽ റിസാലയിൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടാണ് ആ കിതാബ് ആരംഭിക്കുന്നത്. ആ കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 500 പ്രാവശ്യം ആ ഒരൊറ്റ കിതാബ് ശിഷ്യനായ ഇമാം മുസനി റഹിമഹുല്ലാഹ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആവർത്തിച്ച് 500 തവണ ഓതി പഠിച്ചു. ഒരിക്കലും 2 പ്രാവശ്യമല്ല. ഇപ്പൊ നമ്മുടെ ദിവസത്തിലെ കുട്ടികൾ 1 പ്രാവശ്യം ആയിട്ട് ഒന്നുകൂടി ഒരിക്കലാന്ന് അറിയുമ്പോൾ ഞാൻ ഓതിയതാണെന്ന് പറയും. അതേ സമയത്ത് ഞങ്ങൾ ഓതി പഠിക്കുന്ന സമയത്ത് അൽഫിയ തന്നെ എത്രയോ പ്രാവശ്യം ഓതിയിരുന്നു. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ഓതിയിരുന്നു. അങ്ങനെ ഓതി പഠിച്ചാൽ കൂടുതലിൽ പെട്ടു. 500-ലധികം തവണ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം മുസനി കിതാബുൽ റിസാല ആവർത്തിച്ച് ഓതി പഠിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഓരോ പ്രാവശ്യവും ഓതുമ്പോൾ എനിക്ക് പുതിയ പുതിയ വിവരം കിട്ടി. ആ കിതാബുൽ റിസാലയുടെ തുടക്കത്തിൽ കാണാം അഖ്ബറന ഇബ്നു ഉയൈന, എന്റെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞില്ലേ സഹീഹുൽ ബുഖാരിയുടെ 1-ാമത്തെ ഹദീസിൽ ശാഫിഈ ഇമാമിന്റെ ഗുരുനാഥൻ ഇമാം ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടടുത്ത ഗുരുനാഥനായി എണ്ണുന്നതും ആ ഹദീസിലെ ഗുരുനാഥനായി എണ്ണുന്നതും ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഗുരുനാഥനായ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹുവിനെയാണ്. മക്കയിലെ അന്നത്തെ കാലത്തെ മുദരിസാണ്. ആ സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഇബ്നു അബീ നജീഹ് അൻ മുജാഹിദ് ഇബ്നു അബീ നജീഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് അൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്. അത് നിങ്ങൾ വിചാരിച്ച മുജാഹിദ് അല്ല. മുജാഹിദ് റളിയല്ലാഹു അൻഹു പേരോടാകിയാൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങിയോ? ഒരിക്കലായതുകൊണ്ടാണോ എന്ന് സംശയിക്കല്ല. അത് നിങ്ങൾ വിചാരിച്ച മുജാഹിദ് അല്ല. അത് ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനായ താബീഈകളിൽപ്പെട്ട പ്രഗൽഭ പണ്ഡിതനായ ഒരു മഹാന്റെ പേരാണ് മുജാഹിദ്. മുജാഹിദ് റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി, അല്ലാഹുവിന്റെ വാക്കായ അല്ലാഹുവിന്റെ കലാമായ വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളുടെ പേര് പറയുന്നതിനെ, തങ്ങളുടെ പ്രശസ്തിയെ നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്നു നബിയെ എന്നർത്ഥം വരുന്ന ആയത്ത്, അതിന്റെ വിശദീകരണമായി അതാ എന്റെ ഉസ്താദുമാര് മുഖേന സ്വഹാബത്തിൽ നിന്ന് ഖുർആൻ തഫ്സീർ പഠിച്ച മുജാഹിദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. ഖാല, മുജാഹിദ് റളിയല്ലാഹു അൻഹു അതിന് വ്യാഖ്യാനം പറഞ്ഞു, ലാ ഉസ്കറു ഇല്ലാ ദുകിർത മഈ, എവിടെ അല്ലാഹു ആകുന്ന എന്നെ പറയപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങളെയും പറയപ്പെടും മുഹമ്മദ് നബിയെ എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. അല്ലാഹുവിനെ എവിടെ പറയുന്നുണ്ടോ അവിടെയെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയണം. അല്ലാഹുവിനെ എവിടെ ഓർക്കുന്നുണ്ടോ അവിടെയെല്ലാം മുഹമ്മദ് നബിയെയും ഓർക്കപ്പെടണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആദ്യമായി തന്നെ പറയട്ടെ, ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരു മുശ്രിക്ക്, ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരു അവിശ്വാസി, അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിന്റെ സ്ഥാനം അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം. അല്ലാഹുവിന്റെ സ്ഥാനം എന്താണ്? അതില്ല ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹൻ ഇല്ല.
അത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വമായി പറയപ്പെടുന്ന ഒരു വിഷയമാണ്. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല. അതിലെല്ലാ മഹത്വങ്ങളും ഉൾപ്പെട്ട് കഴിഞ്ഞുപോയി. കാരണം സർവ മഹത്വങ്ങളുടെയും സർവ കഴിവുകളുടെയും സർവ അനുഗ്രഹങ്ങളുടെയും സർവ സൃഷ്ടികളുടെയും സർവ സൃഷ്ടിപ്പിന്റെയും സർവ കൊടുതികളുടെയും സർവ തടയലുകളുടെയും എല്ലാറ്റിന്റെയും അധികാരസ്ഥനും ഉടമസ്ഥനും സൃഷ്ടാവും എല്ലാറ്റിന്റെയും കേന്ദ്രവും എല്ലാം കൊടുക്കുന്നവരും തടയുന്നവരും അങ്ങനത്തെ ഒരാൾ മാത്രമേ വാസ്തവത്തിൽ ആരാധ്യരാകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ആരാധ്യരാകാൻ പറ്റുന്ന ഒരേ ഒരുത്തൻ അത് അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ എല്ലാ മഹത്വങ്ങളും എല്ലാ വിശേഷണങ്ങളും അതിന്റെ ഉള്ളിൽ ഉൾക്കൊണ്ടുപോയി ആ വിഷയം പറഞ്ഞുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഓർമ്മിക്കണം. മുഹമ്മദ് നബിയുടെ മഹത്വം പറയുകയും അംഗീകരിക്കുകയും പറയുകയും വേണം. അതെന്താണ്? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ശഫീഉൽ എന്ന ആയത്തിന്റെ തഫ്സീർ സഹാബത്തിൽ താബീഈങ്ങൾക്ക് കിട്ടിയ തഫ്സീർ പറയാൻ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹുവിനെ ഓർത്ത് പ്രഖ്യാപിച്ച് വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടക്കുന്നവർ അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി, റസൂലുള്ളാഹിന്റെ പേരും പറയണം, റസൂലുള്ളാഹിനെ ഓർമ്മിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയണം, അവിടുത്തെ മഹത്വം ഉറക്കി പ്രഖ്യാപിക്കണം. എങ്കിലേ ഇസ്ലാമിലേക്ക് തന്നെ പ്രവേശനം ഉള്ളൂ. ഞാൻ മുഹമ്മദ് നബിയെ ഓർമ്മിക്കൂല, ഞാൻ മുഹമ്മദ് നബിയുടെ പേര് പറയൂല, ഞാൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, ഏത് തീർത്തവും തടയുന്നൊക്കെ അള്ളയാണ്, അവിടെ അള്ളാഹിനെ മാത്രമേ ഞാൻ പറയുള്ളൂ, അള്ളാഹിനെ മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ, ഞാൻ അല്ലാഹുവിനെ മാത്രമേ ബഹുമാനിക്കുള്ളൂ, ഞാൻ അല്ലാഹുവിലേക്ക് മാത്രമേ എന്റെ മനസ്സ് തിരിക്കുള്ളൂ, എന്റെ നാവുടെ അള്ളാഹിന്റെ പേരെ പറയുകയും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നീ ആ കിടക്കുന്നിടത്തിന്റെ കിടപ്പവും നീ മുസ്ലിമാവില്ല. മുസ്ലിമാകണമെങ്കിൽ എന്ത് വേണം? അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ അല്ലാഹു നിശ്ചയിച്ച ഏറ്റവും വലിയ മധ്യവർത്തിയായ മുഹമ്മദ് റസൂലുള്ളാഹി. റസൂൽ എന്ന വാക്കിന്റെ വാചകത്തിന്റെ അർത്ഥം തന്നെ സഫീർ എന്നാണ്. സഫീർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മധ്യവർത്തിയാണ്. അങ്ങനെ അല്ലാഹു പറഞ്ഞിട്ടുള്ള മധ്യവർത്തി, അല്ലാഹു നിയോഗിച്ചയച്ചിട്ടുള്ള മധ്യവർത്തി ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. യാനി ശാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കാൻ യാനി അല്ലാഹു അഅലം. എന്താണ് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞതിന്റെ ഉദ്ദേശം? അല്ലാഹു അഅലം, അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. ശാഫിഈ തങ്ങൾ എന്ത് പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു അഅലം അല്ലാഹു അഅലം എന്നിങ്ങനെ പറയും. അത് അവിടുത്തെ അദമാണ്. ദിക്റുഹു ഇൻദൽ ഈമാനി ബില്ലാഹി വൽ അദാനി, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സമയത്തും വൽ അദാനി ബാങ്ക് കൊടുക്കുന്ന സമയത്തും ഒക്കെ അല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരും പറയണം. ഇരുന്നോക്ക് പൊതുപോകുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, കുറച്ച് കഴിയുമ്പോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് സുന്നത്തായ നടപടി, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയുന്നത് നിർബന്ധമായ നടപടി. ഏതായി കാര്യം റസൂലുള്ളാഹിന്റെ പേര് പറയണം. നിസ്കരിക്കുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ പേര് പറയണം. നിസ്കാരത്തിലും പറയണം. അള്ളാഹിലേക്കുള്ള സംഭാഷണമാണ്, എന്നാലും റസൂലുള്ളാഹിന്റെ പേര് പറയണം. പേര് പറഞ്ഞാലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയെ വിളിക്കണം, ആശംസ അർപ്പിക്കണം. അള്ളാഹിലേക്കുള്ള സംഭാഷണത്തിൽ മുഹമ്മദ് നബിയെ വിളിക്കണം, ആശംസ അർപ്പിക്കണം. അല്ലാഹുവിനെ എവിടെ പറയപ്പെടുന്നുണ്ട് അവിടെ ഒക്കെ റസൂലുള്ളാഹിയെ പറയണം. ഇനിയും നോക്കൂ നിങ്ങൾ, ശാഫിഈ നിങ്ങൾ തന്നെ പറയുന്നു വയഹ്തമിലു ദിക്റഹു ഇന്ന തിലാവത്തിൽ കിതാബി, ഖുർആൻ ഓതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിക്കണം. ഖുർആൻ ഓതുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയണം. ഇനിയോ അല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അങ്ങനെയല്ലേ ഏത് നല്ല കാര്യം തുടങ്ങുന്നത്? അങ്ങനെയല്ലേ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ പറഞ്ഞുകൊണ്ടല്ലേ എന്തും തീർക്കുന്നത്? ഫഇൻദൽ അമലി ബിത്വാഅതി,
അല്ലാഹുവിന് അനുസരണം കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂലിനെ പറയുകയും ഓർക്കുകയും വേണം. വൽവഖൂഫി അനിൽ മാസിയത്തി, അതുപോലെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും റസൂലുള്ളാഹി ഓർമ്മിക്കുന്നു. കാരണം കള്ളു കുടിക്കാത്തത് അല്ലാഹുവിന്റെ റസൂൽ കുടിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വ്യഭിചാരത്തിന് പോകാത്തത് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ടാണ്. കളവ് നടത്താൻ പോകാത്തത് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ടാണ്. വഞ്ചിക്കാൻ പോകാത്തത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചത് കൊണ്ടാണ്. അതുപോലെ ഏപ്രിൽ 1 എല്ലാവരും കളവ് പറയുമ്പോൾ മുസ്ലിം മനുഷ്യർ കളവ് അറിയാത്തത് അല്ലാഹുവിന്റെ റസൂൽ ഏപ്രിൽ 1 കളവ് അറിയുന്നത് പഠിപ്പിച്ചത് കൊണ്ടാണ്. ഒരിക്കലും പറയാൻ പാടില്ലാതെ പറഞ്ഞതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, എവിടെയും തെറ്റുകൾ മാറി നിൽക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും അതുപോലെ ബാങ്ക് കൊടുക്കുമ്പോഴും ഇസ്ലാമിലേക്ക് കടക്കുമ്പോഴും അതുപോലെ ഖുതുബ ഓതുമ്പോഴും നിസ്കരിക്കുമ്പോഴും എവിടെയും അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന സ്ഥലത്തൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മിക്കപ്പെടണം. ഇതാണ് വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട ഒരു തഫ്സീർ. അത് പറഞ്ഞുകൊണ്ട് പറയാണ് ഫസല്ലല്ലാഹു അലാ നബിയിനാ, ശഫീ റളിയല്ലാഹു പറയാണ് ഫസല്ലല്ലാഹു അലാ നബിയിനാ കുല്ലമാ ദകറഹു ദാകിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അല്ലാഹു നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരപൂർവ്വം അനുഗ്രഹം നൽകട്ടെ. കുല്ലമാ ദകറഹു ദാകിറൂൻ, മുഹമ്മദ് നബിയെ ഓർമ്മിക്കുന്നവർ ഓർമ്മിക്കുകയും പറയുന്നവർ പറയുകയും ചെയ്യുന്ന കാലത്തോളം മുഹമ്മദ് നബിയെ ഓർക്കാനും പറയാനും ഭാഗ്യം ലഭിക്കാത്തവർ അവരങ്ങനെ അശ്രദ്ധരായി നീങ്ങുന്ന കാലത്തോളം അല്ലാഹുവിന്റെ റസൂലിനെ എപ്പോഴും ആദരപൂർവ്വമുള്ള അനുഗ്രഹം അല്ലാഹു ചെയ്യട്ടെ. വസല്ല അലൈഹി ഫിൽ അവ്വലീന വൽ ആഖിരീൻ, മുഹമ്മദ് നബിക്ക് അല്ലാഹു ആദരപൂർവ്വമുള്ള അനുഗ്രഹം മുൻകഴിഞ്ഞ ആളുകളിലും പിന്നിൽ വരുന്ന ആളുകളിലുമായി അല്ലാഹു ഗുണം നൽകട്ടെ. മുൻകഴിഞ്ഞവരിലും പിന്നിൽ വരുന്നവരിലുമായി നബിക്ക് ഗുണം ചെയ്യട്ടെ എന്ന് പറഞ്ഞാലോ, പിന്നിൽ വരുന്ന ആളുകൾക്ക് അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങളും മുഹമ്മദ് നബിക്ക് ചെയ്യുന്ന അനുഗ്രഹമാണ്. മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയവർക്ക് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും മുഹമ്മദ് നബിക്ക് ചെയ്യുന്ന അനുഗ്രഹമാണ്. അങ്ങനെ മുന്നിൽ കഴിഞ്ഞു പോയവരിലായും പിന്നെ വരുന്നവരിലായും ഒക്കെയും അല്ലാഹു മുഹമ്മദ് നബിക്ക് ആദരപൂർവ്വമുള്ള അനുഗ്രഹം ചെയ്യട്ടെ. അഫ്ളല വഅക്തറ വഅസ്കാ മാ സല്ല അലാ അഹദിൻ മിൻ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ലാത്ത വിധം ഏറ്റവും കൂടുതൽ ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ഏറ്റവും പരിശുദ്ധമായ അനുഗ്രഹം അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു ചെയ്യട്ടെ. ശാഫി ഇമാമുകൾ തീർത്തിലാണോ? ശാഫി ഇമാം പിന്നെയും പറയാണ് വസക്കാന വഇയ്യാകും ബിസ്സലാത്തി അലൈഹി. ശാഫി ഇമാം റളിയല്ലാഹു പറയാണ് വസക്കാന, നമ്മളെ അല്ലാഹു തആല സംസ്കരിച്ചെടുക്കട്ടെ. വഇയ്യാകും, നിങ്ങളെയും അല്ലാഹു തആല സംസ്കരിച്ചെടുക്കട്ടെ. ബിസ്സലാത്തി അലൈഹി, മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നത് കൊണ്ട്, റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമ്മളെയും അല്ലാഹു ശുദ്ധീകരിക്കട്ടെ, നിങ്ങളെയും അല്ലാഹു ശുദ്ധീകരിക്കട്ടെ. ഓ മനുഷ്യ, നിന്റെ മനസ്സിലുള്ള അഹങ്കാരം, നിന്റെ മനസ്സിലുള്ള അസൂയ, നിന്റെ മനസ്സിലുള്ള വൈരാഗ്യം, നിന്റെ മനസ്സിലുള്ള വിദ്വേഷം, നിന്റെ മനസ്സിലുള്ള വേണ്ടാത്ത വിചാരം, നിന്റെ മനസ്സിലുള്ള ലോകമാന്യം, നിന്റെ മനസ്സിലുള്ള അകപ്പെരുമ, നിന്റെ മനസ്സിൽ എന്തെല്ലാം വേണ്ടാത്ത വിചാര വികാരങ്ങളുണ്ടോ, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം അനാശ്വാസ പ്രവണതകൾ ഉണ്ടോ, നിനക്ക് എന്തെല്ലാം വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടോ, നിനക്ക് എന്തെല്ലാം വേണ്ടാത്തത് തോന്നുന്നുണ്ടോ, നിനക്ക് നാവുകൊണ്ട് കള്ളം പറയാൻ തോന്നുന്നില്ലേ, ദീപത്ത് പറയാൻ തോന്നുന്നില്ലേ, ഈശരി പറയാൻ തോന്നുന്നില്ലേ, ഭീഷണിപ്പെടുത്താൻ തോന്നുന്നില്ലേ, നിനക്ക് അയൽവാസിയെ നിനക്ക് ദ്രോഹിക്കാൻ തോന്നുന്നില്ലേ, നിനക്ക് വർഗീയത ഉണ്ടാക്കാൻ തോന്നുന്നില്ലേ, നിനക്ക് ഭീകരത ഉണ്ടാക്കാൻ തോന്നുന്നില്ലേ, നിന്റെ മനസ്സിൽ കുടുംബക്കാരുമായി പണത്തിന് വേണ്ടി തെറ്റണം എന്ന് തോന്നുന്നില്ലേ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ സത്ത് ഭാഗിക്കുമ്പോൾ ഒരു തെങ്ങിന് വേണ്ടി തമ്മിൽ തെറ്റണം എന്ന് തോന്നുന്നില്ലേ, ഭാര്യയെ ചീത്ത പറയണമെന്ന് തോന്നുന്നില്ലേ, ഭർത്താവിനെ അനുസരിക്കാതിരിക്കണമെന്ന് തോന്നുന്നില്ലേ, ബാപ്പയെ അവഗണിക്കണമെന്ന് തോന്നുന്നില്ലേ, ഉമ്മാനെ നിസ്സാരപ്പെടുത്തണമെന്ന് തോന്നുന്നില്ലേ, നിനക്ക് അക്രമം പ്രവർത്തിക്കണമെന്ന് തോന്നുന്നില്ലേ, നിനക്ക്
നിസ്കരിക്കാതെ കിടന്നുറങ്ങണമെന്ന് തോന്നുന്നില്ലേ? നിനക്ക് കള്ളു കുടിക്കണമെന്നും കഞ്ചാവ് കുടിക്കണമെന്നും തോന്നുന്നില്ലേ? അതുപോലെ നിനക്ക് വ്യഭിചാരം നടത്തണമെന്ന് തോന്നുന്നില്ലേ? അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കണമെന്ന് തോന്നുന്നില്ലേ? നിനക്ക് വേണ്ടാത്ത പലതും പലതും തോന്നുന്നില്ലേ? ഈ തോന്നലുകളിൽ നിന്റെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കണം, നിന്റെ ശരീരങ്ങളെ ഒന്ന് തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കണം, നിന്റെ അവയവങ്ങളെ ഒന്ന് തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണം എന്തുകൊണ്ടുണ്ടാകണം? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, വസക്കാന വഇയ്യാകും ബിസ്സലാത്തി അലൈഹി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നിങ്ങളെയും അല്ലാഹു ശുദ്ധീകരിക്കട്ടെ, നമ്മളെയും അല്ലാഹു ശുദ്ധീകരിക്കട്ടെ. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദായ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഗുരുവര്യരായ ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അടക്കം 4 മദ്ഹബ് സ്വീകരിക്കണമെന്ന് വ്യക്തമായി എഴുതി പ്രചരിപ്പിക്കുമ്പോൾ ആ 4 മദ്ഹബിന്റെ ഇമാമികളിൽ ഒരാളായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം കിതാബായ കിതാബുൽ റിസാലയുടെ തുടക്കത്തിൽ പറയുന്നതാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ശാഫിഈ ഇമാം പറയുന്നു, വസക്കാന വഇയ്യാകും ബിസ്സലാത്തി അലൈഹി. നിങ്ങളെയും അല്ലാഹു ശുദ്ധീകരിക്കട്ടെ, നമ്മളെയും അല്ലാഹു ശുദ്ധീകരിക്കട്ടെ. ബിസ്സലാത്തി അലൈഹി. നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു ശുദ്ധീകരിക്കട്ടെ. أحمد ما زكى أحدا من أمته بصلاته عليه. നബിയുടെ ഉമ്മത്തുകളിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു ശുദ്ധീകരിച്ചതിന് ഏറ്റവും ശ്രേഷ്ഠമായ ശുദ്ധീകരണം അല്ലാഹു നമ്മളെ ശുദ്ധീകരിക്കട്ടെ. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി തങ്ങളുടെ പേരിൽ സലാമും റഹ്മത്തും ബറക്കത്തും അല്ലാഹുവിന്റേതുണ്ടാകട്ടെ. വജസാഹുല്ലാഹു അന്നാ അഫ്ള മാ ജസാ മുർസലൻ മിൻ അമ്മൻ ഉർസില ഇലൈഹി. നിയോഗിച്ചയക്കപ്പെട്ട ധാരാളം പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരൊക്കെ ആരിലേക്ക് നിയോഗിക്കപ്പെട്ടുവോ ആ നിയോഗിക്കപ്പെട്ട സമുദായത്തിന്റെ വകയിൽ ആ പ്രവാചകന്മാർക്കൊക്കെ പ്രതിഫലം കിട്ടുന്നതിനേക്കാൾ എത്രയോ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ പ്രതിഫലം നമ്മുടെ വകയിൽ അല്ലാഹു തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പ്രതിഫലം കൊടുക്കട്ടെ. ഫഇന്നഹു, എന്റെ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് റസൂലുള്ളാഹിനെ പുകഴ്ത്തി, റസൂലുള്ളാഹിന്റെ സ്വലാത്തിനെ തവസ്സുലാക്കി, റസൂലുള്ളാഹിന്റെ സ്വലാത്ത് മുഖേന ആ സലാത്തിനെ മധ്യവർത്തിയാക്കി ആ സലാത്ത് മുഖേന ഞങ്ങൾക്കൊന്ന് ശുദ്ധിയാകണം എന്നൊക്കെ ഞാനിങ്ങനെ പറയാനുള്ള കാരണം ശാഫിഈ ഇമാം പറയുന്നു, ഫഇന്നഹു, എന്തുകൊണ്ട് അല്ലാഹു തആല അൻഖദനാ ബിഹി മിനൽ ഹലക, നാശങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് നബി മുഖേനയാണ്. നമ്മളെ നാശങ്ങളിൽ നമ്മളെ രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് നബി മുഖേനയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഭൂമിയിലേക്ക് അല്ലാഹു നിയോഗിക്കപ്പെട്ട ജനങ്ങൾക്ക് അല്ലാഹു തആല പുറപ്പെടുവിക്കപ്പെട്ട സമുദായങ്ങളിലെ ഏറ്റവും ഉത്തമ സമുദായമായി അല്ലാഹു തആല നമ്മളെ ആക്കിയത് ആ മുഹമ്മദ് നബി മുഖേനയാണ്. ദാഇനീന ബിദീനിഹി അല്ലദി ഇർതദാ. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ട, അല്ലാഹു തആല നബിക്കും നമുക്കും തൃപ്തിപ്പെട്ട ആ ദീനിനെ അംഗീകരിക്കുന്നവരായ നിലക്ക് വസ്തഫാ ബിഹി മലായികതഹു വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖിഹി. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ് മലക്കുകളെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖിഹി, ആർക്ക് അല്ലാഹു തആല എന്ത് അനുഗ്രഹം ചെയ്തോ അവർക്കെല്ലാം മുഹമ്മദ് നബി മുഖേനയാണ് അനുഗ്രഹം കിട്ടിയത്. ഫലം തുംസിബിനാ നിഅമത്തുൻ ളഹറത് വലാ ബഖലത് നിൽനാ ബിഹാ ഹർറൻ ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ القائد إلى خيرها والهادي إلى رشدها البائد عن الهلكة وموارد السوء في خلاف الرشد المنبه للأسباب التي تورد الهلكة
القائم بالنصيحة في الإرشاد والإنذار فيها فصلى الله على محمد وعلى آل محمد كما صلى على إبراهيم وآل إبراهيم إنه حميد مجيد. നിങ്ങൾ ഓർക്കണം, ഇതൊരു ചില്ലറക്കാരനല്ല പറയുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. എന്താ പറയുന്നത്? അതേലം തുംസിബിന, ഓ സഹോദരന്മാരെ, ഫലം തുംസിബിന നിഅമത്തുൻ വഹറത്, പ്രത്യക്ഷമായ ഒരു ഗുണവും നമുക്ക് കിട്ടിയിട്ടില്ല. വലാ ബഖനത്, ആന്തരികമായ ഒരു ഗുണവും നമുക്ക് കിട്ടിയിട്ടില്ല. നിൽനാ ബിഹാ ഹവ്വൻ ഫീ ദീനിൽ, ദീനിൽ അത് മുഖേന നമുക്കൊരു വീതം ലഭിച്ചു. വദുനിയാ, അല്ലെങ്കിൽ ദുനിയാവിൽ അല്ലാഹുവിന്റെ ഒരു അനുഗ്രഹം മുഖേന നമുക്കൊരു വിഹിതം ലഭിച്ചു. അല്ലെങ്കിൽ അത് മുഖേന എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് തട്ടിപ്പോയി. ഈ കാര്യത്തിലോ ദുനിയാവിന്റെ കാര്യത്തിലോ എന്തോ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം തട്ടിപ്പോയി. അല്ലെങ്കിൽ ദീനിൽ നമുക്ക് വെറുക്കുന്ന ഒരു സംഗതി ഒഴിവായി പോയി. ഇങ്ങനെ എന്ത് ഗുണം നമുക്ക് കിട്ടിയെങ്കിലും, ഏത് ദോഷം നമ്മിൽ നിന്ന് ഒഴിവായി കിട്ടിയെങ്കിലും, ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ, അതിന്റെ മുഴുവനും കാരണക്കാരൻ മുഹമ്മദ് നബി ആയിട്ടല്ലാതെ ഇല്ല. ഏത് ഗുണം എവിടെ എപ്പോൾ ദുനിയാവിലോ ദീനിലോ ഏത് സമയത്തോ എന്ത് മുസീബത്ത് തടുത്തു പോയാലും എന്ത് ഗുണം കിട്ടിയാലും പടച്ചവന്റെ അടുക്കൽ എന്ത് കിട്ടിയാലും ഇല്ലാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, അത് മുഴുവനത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദ് നബി തന്നെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സർവ്വ അനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദ് നബി തങ്ങൾ തന്നെ. അൽഖാഇദു ഇലാ ഖൈരിഹാ, ഏത് ഖൈറിലേക്കും നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ആള്. വൽഹാദി ഇലാ റുശ്ദിഹാ, ഏത് നന്മയിലേക്കും നമ്മളെ വഴിതിരിക്കുന്ന ആള്. അദ്ദാഇദു അനിൽ ഹലകതി, ഏത് മുസീബത്തുകളെ തൊട്ടും നമ്മളെ തടുത്തു നിർത്തുന്ന ആള്. സന്മാർഗത്തിന്റെ മറുഭാഗത്തുള്ള എന്തെല്ലാം തെറ്റായ വിഷയങ്ങളിൽ നമ്മൾ പോയി വീഴാറുണ്ടോ അതിൽ നിന്ന് മുഴുവനും നമ്മളെ കരകയറ്റുകയും രക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തി. നാശത്തിലേക്ക് എത്തിക്കുന്ന, നാശത്തെ ഉണ്ടാക്കുന്ന എന്തെല്ലാം പ്രക്രിയകളും കാരണങ്ങളും ഉണ്ടോ അത് മുഴുവനും നമുക്ക് ഉണർത്തി തരുന്ന വ്യക്തി. എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് ഉപദേശിച്ചു തരുന്ന നിലക്ക് ആ ഒരു ഡ്യൂട്ടിയുമായി നിന്നിട്ടുള്ള ആള്. വേണ്ടാത്തതിന് മുഴുവനും നമുക്ക് താക്കീത് ചെയ്ത ആള്. എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹി ഫസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ല അലാ ഇബ്രാഹിം വഅലി ഇബ്രാഹിം ഇന്നഹു ഹമീദും മജീദ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ കുടുംബങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബങ്ങൾക്കും അല്ലാഹു ഗുണം ചെയ്തതുപോലെ വളരെ ആദരപൂർവ്വമുള്ള ഗുണം ചെയ്യട്ടെ. ഇന്നഹു ഹമീദും മജീദ്, അല്ലാഹു തആല ഹമീദും മജീദുമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രസിദ്ധമായ കിതാബ് റിസാല, അതിന്റെ തുടക്കത്തിൽ പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്.